നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള പേരുമാറ്റലുകൾ നമ്മൾ കണ്ടു. ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിൻ്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. സംഘപരിവാറിന് അവരുടേതായിട്ടുള്ള ഒരു നേട്ടവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുക എന്ന നിഗൂഢ ലക്ഷ്യത്തിന്റെ ഫലമായിട്ടാണ് അവർ ഈ പേര് മാറ്റൽ. നമസ്കാരം. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ പ്രതിപക്ഷ യുവജന സംഘടനകൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിനെതിരായിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ ആസ്ഥാന ഓഫീസിന് മുൻവശം പ്രതീകാത്മകമായി ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റാനുള്ള നീക്കം നെഹ്റുവിന്റെ ചരിത്രത്തിൽ നിന്ന് തുടച്ച് നീക്കുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാരത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഷഹീൻ നമ്മളോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ നെഹ്റു യുവകേന്ദ്ര പേര് മാറ്റാനുള്ള തീരുമാനം വലിയ വിവാദമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ എന്താ പറയുന്നത്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള പേരുമാറ്റലുകൾ നമ്മൾ കണ്ടു. ഇതിന്റെ പിറകിൽ സംഘപരിവാറിന്റെ വ്യക്തമായിട്ടുള്ള അജണ്ടയിട്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുൾപ്പെടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭാരതത്തിൻ്റെ സൃഷ്ടിയിലുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പങ്ക് നമുക്കെല്ലാവർക്കും അറിവുള്ളതുമാണ്, ബോധ്യമുള്ളതുമാണ്. അത് വരും തലമുറ മനസ്സിലാക്കരുത്. ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിൻ്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ പേര് മാറ്റേണ്ട എന്ത് സാഹചര്യമാണ് നിലനിൽക്കുന്നത്? അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധത്തോടൊപ്പം നെഹ്റുവിൻ്റെ ഓർമ്മകളെ തമസ്കരിക്കാനുള്ള ഈ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതോടൊപ്പം നെഹ്റുവിയൻ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും യുവാക്കൾക്കിടയിലും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇപ്പോഴ് ഈ ഒരു പേരുമാറ്റം വളരെയധികം നെഹ്റു യുവകേന്ദ്രയുടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് മനോഭാവത്തിൻ്റെ ഒരു? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു കാലത്തും ഒരു പങ്കും സംഘപരിവാർ സംഘടനകൾക്കില്ല. യാഥാർത്ഥ്യം തമ്മിൽ മനസ്സിലാക്കുമ്പോൾ സംഘപരിവാറിന് അവരുടേതായിട്ടുള്ള ഒരു നേട്ടവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുക എന്ന നിഗൂഢ ലക്ഷ്യത്തിന്റെ ഫലമായിട്ടാണ് അവർ ഈ പേര് മാറ്റലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളെ തമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിന് ശക്തമായ സമരപരിപാടികൾ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുണ്ട്. ജില്ലാ തലത്തിൽ സമരങ്ങൾ നടന്നു. ഈ രീതിയിലുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരായി എല്ലാ മേഖലകളിലും, അസംബ്ലി തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും വരും ദിവസങ്ങളിൽ സമരമായി പോകാനാണ് യൂത്ത് കോൺഗ്രസ് ആലോചിച്ചത്. ഗ്രാമീണ മേഖലയിലുള്ള യുവാക്കളെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കുക, അതുപോലെ തന്നെ യുവാക്കളുടെ വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് 1972 ഇത്തരത്തിൽ നെഹ്റു യുവകേന്ദ്രം സ്ഥാപിക്കുന്നത്. നിലവിലത് കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു സംഘടനയാണ്. കായിക മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ യുവജന സംഘടനയാണ് നെഹ്റു യുവകേന്ദ്ര. ഇതിന്റെ പേര് മാറ്റാനുള്ള ശ്രമങ്ങൾ സംഘപരിവാരത്തിന്റെ അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. കോഴിക്കോട് നിന്നും നിഖിൽ കാടത്ത്, മറുനാടൻ TV.